ഐബ്രോസ് വരയ്ക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ് ചൂസിങ് ദി റോങ് പ്രോഡക്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒരു ഐബ്രോ ജെല്ല് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു ഐബ്രോ പെൻസിലോ ഐബ്രോ പൗഡറോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഐബ്രോ പെൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിൽക്കും. ഐബ്രോ ജെല്ലാണെങ്കിൽ ആ ഒരു കൺട്രോൾ നമുക്ക് കിട്ടില്ല. ആൻഡ് എന്തായാലും നമ്മൾ വരച്ച് കുളവാക്കാനാണ് ചാൻസസ് കൂടുതലും. സോ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഐബ്രോ പ്രോഡക്ട്സിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെയോ അവിടെയോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇത് എടുത്തിരിക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ഒരു തെറ്റായിട്ടുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാന്നുള്ളത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാഷസ് നല്ല തിന്നറാണ്, അത്ര തിക്കറൊന്നും അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡോ ചൂസ് ചെയ്യുക. എപ്പോഴും ബ്ലാക്കും ഗ്രേയും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഒരു നാച്ചുറൽ ബ്രോസിന് വേണ്ടിയിട്ട് ബെസ്റ്റ്. പ്രത്യേകിച്ചും നിങ്ങൾ എന്നെ പോലെ ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ടു ഡാർക്ക് ബ്രൗൺ ഓർ ബ്രൗൺ ഷെയ്ഡ്സ്. നിങ്ങളുടെ ഐബ്രോസ് നല്ല ബ്ലാക്ക് ആണെങ്കിൽ പോലും ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യാം. കാരണം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പോലെ തന്നെ നല്ല ഡാർക്കർ ആണ്. ബ്രൗൺ ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സോ അപ്പോൾ ഒരു കാര്യം മറന്നു, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ. നെക്സ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഐബ്രോസ് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്ന് ഫില്ല് ചെയ്ത് തുടങ്ങാന്നുള്ളത്. ഒരിക്കലും ഈ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങരുത്. എപ്പോഴും ഈ ഒരു മിഡിൽ കണ്ടോ, ഇവിടുന്നാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. കാരണം ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഫില്ല് ചെയ്ത് തുടങ്ങിയാൽ അത് ഭയങ്കര അൺനാച്ചുറൽ ആയി പോകും. കട്ടിക്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ വരച്ചു കൊടുക്കത്തില്ല ഐബ്രോസ്, അതുപോലെ ഇരിക്കും. അപ്പൊ ഈ മിഡിൽ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്ന് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനിലേക്ക് പയ്യെ പയ്യെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വന്നിട്ട് അറ്റ് വൺസ് ടു മച്ച് പ്രോഡക്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് പയ്യെ പയ്യെ ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് ഇങ്ങനെ ഐബ്രോസിൽ അപ്ലൈ ചെയ്യാണ്ട് കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഫില്ല് ചെയ്യുക, പിന്നെയും പ്രോഡക്റ്റ് എടുക്കുക, ഫില്ല് ചെയ്യുക. അതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ നിങ്ങളൊരു പെൻസിൽ, ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ തിക്കായിട്ട് അങ്ങ് വരച്ച് കൊടുക്കാണ്ട് പയ്യെ പയ്യെ ഫില്ല് ചെയ്ത് പയ്യെ വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. സോ ലാസ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ട് ഐബ്രോസ് സെറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. നമ്മൾ ഐബ്രോസ് കംപ്ലീറ്റ്ലി വരച്ച് എല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു സ്പൂളി ബ്രഷ് എടുത്തിട്ട് ഐബ്രോസ് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ വരച്ചു വെച്ചേക്കുന്ന ഐബ്രോസ് ചിലപ്പോൾ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പോർഷനിൽ കൂടുതലായി പോയേക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവാണ്ടൊക്കെ ഇരിക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് അതിങ്ങനെ കോംബ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഒരു മോർ നാച്ചുറൽ ലുക്ക് ആയിരിക്കും ഐബ്രോസിന് കിട്ടുന്നത്. ആൻഡ് ആ ബ്ലെൻഡ് ആകാതിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഈവൻ ആയിട്ട് ബ്ലെൻഡായി കിട്ടുകയും ചെയ്യും. സോ ഈ സിമ്പിൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഈ 5 മിസ്റ്റേക്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഐബ്രോസ് നല്ല നാച്ചുറൽ ലുക്കിംഗ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മിസ്റ്റേക്സ് വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്സിലൂടെ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.